സർ നമുക്കറിയാം POKയില് താലിബാൻ പിടിമുറുക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ചാവേറുകളെ അയക്കുന്നു, POKയിൽ സ്ഫോടനങ്ങൾ നടക്കുന്നു എന്ന വാർത്ത പുറത്തു വരുന്നു. അങ്ങനെ POKയിലേക്ക് താലിബാൻ കൂടി ഒരു ആക്രമണം നടത്തുമ്പോൾ പാകിസ്ഥാൻ കൂടുതൽ സമ്മർദ്ദത്തിലാവുകയല്ലേ? POKയിലെ ഈ താലിബാൻ തെഹ്രീക്കെ താലിബാൻ പിടിമുറുക്കുന്നു എന്നുള്ള വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അവരുടെ സൈനിക പോസ്റ്റുകളൊക്കെ പിടിച്ചെടുക്കുക. കഴിഞ്ഞ ദിവസം ഈ റാവൽ കോട്ടിൽ ആണ് ചാവേർ ആക്രമണം നടത്തിയത്. സൈനിക പോസ്റ്റിന് നേരെ ചാവേർ ആക്രമണം നടത്തി കൂടുതൽ ആൾക്കാർ അല്ലെങ്കിൽ സൈനികർ കൊല്ലപ്പെട്ടു. അതിനു മുമ്പ് അതേ ദിവസം തന്നെ ഈ തെഹ്രീക്കെ അല്ലെങ്കിൽ ഖൈബർ പത്തുങ്ക മേഖലയിൽ ഒരു സ്ഫോടനത്തിൽ കൂടി ഏതാണ്ട് 22ഓളം പേർ മരിച്ചിട്ടുണ്ട്. അതിനകത്ത് കുട്ടികൾ ഉൾപ്പെടെ വരുന്നുണ്ട്. അപ്പൊ ഇതിനകത്തെന്ന് പറഞ്ഞാല് താലിബാൻ സേന അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനെതിരെ നടത്തുന്ന നീക്കങ്ങൾക്ക് കൂടുതൽ ആക്കം വരുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് മനസ്സിലാകുന്നത്. അപ്പൊ പാകിസ്ഥാന്റെ പല പഞ്ചാബ് പ്രവിശ്യ അല്ലെങ്കിൽ സിന്ധ് പഞ്ചാബ് പ്രവിശ്യ, സിന്ധിലും വിഷയമാണ്, പ്രവിശ്യ ഒഴിച്ചുള്ള എല്ലാ പ്രദേശങ്ങളിലും പാകിസ്ഥാന്റെ വിഷയങ്ങളാണ് അല്ലെങ്കിൽ പ്രശ്നങ്ങളാണ്. അത് പാകിസ്ഥാന്റെ കയ്യിൽ സുരക്ഷിതമായിട്ടല്ല. അപ്പൊ ഇതിനകത്ത് വലിയ കാര്യമൊന്നും ഉള്ളതായിട്ട് നമ്മൾ വലിയ കാര്യം ഉള്ളതെന്ന് പറഞ്ഞാൽ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഖൈബർ പത്തുങ്ക മേഖല, പത്തൂൺ മേഖല എന്ന് പറയുന്ന ഏരിയ മൊത്തം ഈ തെഹ്രീക്കെ താലിബാന്റെ കയ്യിലാണ്, അവരുടെ കയ്യിലാണ്. അവിടെ ഇപ്പം കയറി ചെല്ലുന്ന അല്ലെങ്കിൽ പട്ടാളക്കാർ, പാകിസ്ഥാൻ പട്ടാളക്കാർക്ക് ഈ ബലൂചിസ്ഥാൻ മേഖലയിലെ പൂട്ട് തന്നെ കയറി ചെല്ലാൻ പറ്റാത്ത അവസ്ഥ. അതുപോലെ തന്നെ സൈനിക പോസ്റ്റുകൾ പലതും ഉള്ളതും കൂടി അവരുടെ കയ്യിൽ ആക്കുന്ന ഒരവസ്ഥ. അപ്പൊ അതിങ്ങോട്ട് നീട്ടുന്നു. അല്ലെങ്കിൽ ഈ ഖൈബർ പത്തുങ്ക മേഖല അല്ലെങ്കിൽ പത്തൂൺ മേഖലയിൽ അവരുടെ സാന്നിധ്യം ഈ പറയുന്ന POKയിൽ കൂടി നീട്ടി അതൊരു വലിയ രാജ്യമാക്കുന്നതൊക്കെ പറയത്തില്ലേ, വലിയൊരു പ്രദേശം അവരുടെ കയ്യിലേക്ക് മാറ്റുന്നു. അപ്പൊ ഇതിനകത്ത് ഇപ്പം POK എന്ന് പറയുന്നതാണല്ലോ ഇപ്പൊ ഏറ്റവും വലിയ പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞത് ഞങ്ങൾ ചർച്ച ചെയ്യണം എന്നുള്ളെങ്കിൽ, അല്ലെങ്കിൽ ഈ സിന്ധു നദീജല കരാർ ഉൾപ്പെടെ റദ്ദ് ചെയ്ത കാര്യങ്ങൾ, അത്തരത്തിലുള്ള നയതന്ത്ര വിഷയത്തിനകത്ത് ഇന്ത്യയും പാകിസ്ഥാനും ഇനി ഒരു ചർച്ച ഉണ്ടാവണമെങ്കിൽ അത് POKയിൽ മാത്രമായിരിക്കും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയുമ്പോൾ തന്നെ POK നമുക്ക് വേണം. POK നമുക്ക് കിട്ടിയാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഈ ചില ബെൽറ്റ് റോഡുകൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ വ്യാപാരത്തിന് ഉതകുന്ന വിധത്തിലുള്ള ചില ബെൽറ്റ് റോഡുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം അതിനകത്തൊരു വലിയ സാധ്യത വരും. അപ്പം ഇപ്പം ഈ നമ്മൾ പിടിച്ചില്ലേലും കുഴപ്പമില്ല, അല്ല നമ്മുടെ ഭാഗമായിട്ട് നിന്നില്ലേലും കുഴപ്പമില്ല. ഇത് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ, നാളെ കാലത്തുള്ള അവസ്ഥ നമുക്കറിയത്തില്ല. തെഹ്രീക്കെ താലിബാന്റെ കയ്യിൽ POK വന്നാലും നമ്മൾ ഈ പറയുന്നത് പോലെയുള്ള അല്ലെങ്കിൽ അവരുടെ അധീനതയിൽ വന്നാലും നമ്മൾക്ക് സുഗമമായിട്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ അവിടുത്തെ നമ്മൾ ആഗ്രഹിക്കുന്ന ബെൽറ്റ് റോഡുകളും സംവിധാനങ്ങളും ഇപ്പൊ ഉള്ള റെസിസ്റ്റൻസ് മറികടന്ന് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പം ഈ POKയിൽ ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന ഇറക്കിയതിന് പുറകിൽ ഈ തെഹ്രീക്കെ താലിബാൻ കയറി POKയിൽ പ്രശ്നം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ സൈനിക പോസ്റ്റുകൾ പിടിക്കുന്നു, അവിടെ അവർ ആധിപത്യം കൂടുതൽ ഉറപ്പിക്കാൻ ശ്രമിക്കുന്നു. അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ താലിബാൻ അല്ലെ അഫ്ഗാനികൾക്ക് വിസ കൊടുക്കാൻ തീരുമാനിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പൊ വിസ കൊടുക്കാൻ തീരുമാനിക്കുന്ന ഒരവസ്ഥ പോർട്ടലിൽ ഇട്ടിട്ട് ഈ പാകിസ്ഥാൻകാരെ ഇവിടുന്ന് പറഞ്ഞു വിട്ടിടത്ത് അല്ലെങ്കിൽ അത്തരത്തിൽ അവർ ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ്സുകളെല്ലാം താലിബാനിൽ നിന്ന് അല്ലെങ്കിൽ അഫ്ഗാനികളിൽ നിന്നുള്ള ആൾക്കാർ വന്ന് ചെയ്യത്തക്കോണമുള്ള സൗകര്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിൽ വിദ്യാഭ്യാസ മേഖലയിലും എല്ലാ മേഖലയിലും ഉള്ള ആൾക്കാരെ കൃത്യത വരുത്തി വരുന്നതിനും അവർക്ക് ഇന്ത്യയിൽ ബിസിനസ് ചെയ്യുന്നതിനും അവർക്ക് കൂടുതൽ ആക്സസ് ഇന്ത്യയിൽ ഉണ്ടാക്കി കൊടുക്കുന്നതിനും വേണ്ടിയുള്ളൊരു ശ്രമമാണ്. അതിനുശേഷമാണ് ഈ പറയുന്നത് പോലെ പാകിസ്ഥാൻ എതിരെയുള്ള ആക്രമണം കൂടുന്നു എന്നുള്ള രീതിയിലേക്ക് ഇപ്പം പാകിസ്ഥാൻ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ തന്നെ പാകിസ്ഥാൻ പറയുന്നു ബലൂചിസ്ഥാന്റെ പുറകിൽ ഇന്ത്യയാണ്. ഇന്ത്യ അതിനകത്ത് വ്യക്തത വരുത്തിയിട്ടില്ല. അല്ലെങ്കിൽ ഈ പാകിസ്ഥാൻ അകത്ത് നടക്കുന്ന ഈ പറയുന്ന വിഘടനവാദ ശക്തികൾ അല്ലെങ്കിൽ സ്വതന്ത്ര സമര പോരാളികൾ ഓരോ പ്രവിശ്യയിലും ഖൈബർ പത്തുങ്ക മേഖല അല്ലെങ്കിൽ താലിബാൻ പാകിസ്ഥാൻ ബോർഡറിൽ ഉണ്ടാകുന്ന സംഘർഷം അല്ലെങ്കിൽ ബലൂചിസ്ഥാനിൽ അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ പോരാളികൾ കൂടുതൽ കരുത്തോടുകൂടി നിൽക്കുന്നതിനകത്തെല്ലാം ഇന്ത്യയുടെ ഇടപെടൽ ഉണ്ടെന്ന് പറയുമ്പോൾ ഇപ്പൊ പുതിയ ഒരു ആരോപണം, ഇന്ത്യ ഇതൊന്നും അല്ലെങ്കിൽ ഏറ്റെടുത്തിട്ടോ അല്ലെങ്കിൽ ഇന്ത്യ ഇത് ശരിയാണെന്നോ ഒന്നും പറഞ്ഞാൽ പുതിയ ഒരു ആരോപണം, POK പിടിക്കാൻ താലിബാൻ അല്ലെങ്കിൽ തെഹ്രീക്കെ താലിബാന്റെ കെയർ ഓഫിൽ കാര്യങ്ങൾ നടക്കുന്നു. ആ കാര്യങ്ങൾക്ക് ഇപ്പം ആക്കം കൂടാൻ കാര്യമെന്ന് പറഞ്ഞാൽ താലിബാൻ എല്ലാ രീതിയിലുമൊക്കെ ഉള്ള പരിഗണന
അല്ലെങ്കിൽ അവരുടെ രാജ്യത്തിന് ഇത്തരത്തിൽ ആക്രമണം നടത്തുന്നതിന് ഒക്കെ ഇന്ത്യ ചെയ്തു കൊടുക്കുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞുള്ള ഒരു ആരോപണമുണ്ട്. ഇപ്പൊ POK എന്ന് പറയുന്ന സ്ഥലം അല്ലെങ്കിൽ പാക് അധിനിവേശ കാശ്മീർ, ഈ പാക് അധിനിവേശ കാശ്മീർ നമ്മളുടെ ഭാഗം ആക്കണമെന്ന് പറയുമ്പോൾ ഏറ്റവും വലിയൊരു റിസ്ക് നമുക്കിപ്പോ ഉള്ളത് എന്ന് പറഞ്ഞാൽ പാക് അധിനിവേശ കാശ്മീരിലാണ് ഭീകരർ ഏറ്റവും കൂടുതലായിട്ട് ഉള്ളത്. അറിയാമല്ലോ, അവിടെ ഫിൽട്ടർ ചെയ്യേണ്ടി വരും. കാരണം നമ്മുടെ ഇപ്പൊ പല കാര്യങ്ങളും ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ തന്നെ പ്രധാനപ്പെട്ട കക്ഷികളൊക്കെ പറയുമ്പോൾ പാക് അധിനിവേശ കാശ്മീർ എന്തിനു വേണ്ടി, പാക് അധിനിവേശ കാശ്മീർ എന്തിനു വേണ്ടി എന്ന് പറയുമ്പോൾ, അല്ലെ പാക് അധിനിവേശ കാശ്മീരിൽ ഈ പറയുന്നത് പോലെ നമ്മൾ പിടിച്ചാൽ നമുക്ക് കൂടുതൽ, ഇപ്പൊ നമ്മൾ തുരത്താൻ ആഗ്രഹിക്കുന്ന ഭീകർ അല്ലെങ്കിൽ അത്തരത്തിൽ ഭീകരരെ വാർത്തെടുക്കുന്ന ഒരു സ്ഥലമായിട്ട് പാക് അധിനിവേശ കാശ്മീർ ഈ പറയുന്ന പാകിസ്ഥാൻ ഉപയോഗിക്കുന്നുണ്ട്. അവർ ഭീകരരുടെ സ്കൂളുകൾ അവിടെ നടത്തുന്നുണ്ട്. അപ്പം അത്തരത്തിലുള്ള ഒരു പ്രദേശം നമ്മളുടെ കൂടെ പിടിച്ചു വെച്ചിട്ട് നമ്മൾ കൂടുതൽ റിസ്ക് എടുക്കുന്നത് എന്തിന് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ചർച്ചയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ആഭ്യന്തരമന്ത്രി പറയുന്നത്, അല്ലെങ്കിൽ അജിത് ഡോവൽ പറയുന്നത്, നമ്മൾ പാക് അധിനിവേശ കാശ്മീരിന് വേണ്ടി രക്തച്ചൊരിച്ചിലിന് പോകണ്ട. ഇത്തരത്തിൽ പല രീതിയിലേക്കുള്ള ആക്രമണം, അത് തെഹ്രീകെ താലിബാന്റെ കെയറോഫിലായാലും അല്ലെങ്കിൽ ബലൂചിസ്ഥാൻ പോരാളികളുടെ ആക്രമണത്തിലായാലും അവിടെ കൂടുതൽ സംഘർഷം ഉണ്ടാകുമ്പോൾ അവിടെ ആ പാക് അധിനിവേശ കാശ്മീരിൽ നിൽക്കാൻ പ്രാപ്തമായിട്ടുള്ളവർ മാത്രം നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും. ബാക്കിയുള്ളവർ, ഭീകരരായിട്ടുള്ളവർ ഒരുപക്ഷെ പാകിസ്ഥാനിലേക്ക് തിരിച്ചു വരും. അവിടുത്തെ സാധാരണ ജനങ്ങൾ മാത്രം അവിടെ നിൽക്കുന്ന ഒരു അവസ്ഥ വരും. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. അതുകൊണ്ട് ധൃതി പിടിക്കേണ്ട എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന വിഷയവും ഇപ്പോൾ നിലവിൽ നമ്മൾക്ക് പ്രശ്നമുണ്ടാകുന്ന ഒരു വിഷയമല്ല, നമ്മൾക്ക് കുഴപ്പമുണ്ടാകുന്ന ഒരു വിഷയമല്ല. നാളെ കാലത്തെ ഒരുപക്ഷെ പാക് അധിനിവേശ കാശ്മീർ ഒരുപക്ഷെ തെഹ്രീക്കെ താലിബാന്റെ കയ്യിലായാൽ നാളെ അവർക്ക് നമുക്കെതിരെ എങ്ങനെ നിൽക്കും എന്നുള്ളതിനെ പറ്റി നമുക്ക് ഇപ്പൊ പറയാൻ പറ്റത്തില്ല. അവരും ഈ ഭീകരവാദികൾ തന്നെയാണ്. പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ളവർ ആ രാജ്യത്ത് നിരോധിച്ചിരിക്കുന്ന ഭീകരവാദികളാണ് ഈ തെഹ്രീക്കെ താലിബാൻ എന്ന് പറഞ്ഞ് നിൽക്കുന്നത്. അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ പറയും ഖൈബർ പത്തുങ്ക മേഖലയിലും ആ മേഖലയിലുള്ള സ്വാധീനം ഈ പറയുന്ന POKയിലേക്കും ഒക്കെ വരുത്തുമ്പോൾ അവരെന്ന് പറഞ്ഞാൽ ഒരു പ്രവിശ്യക്ക് വേണ്ടിയല്ല, പാകിസ്ഥാൻ മൊത്തത്തിൽ പിടിച്ച് താലിബാന്റെ സഹോദരനായിട്ട് അവരുടെ ഭരണത്തിലുള്ള ഒരു പാകിസ്ഥാനിലേക്കാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. അതെ, ഇപ്പം POK പിടിക്കാൻ താലിബാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇന്ത്യൻ സൈന്യം അതിർത്തി അല്ലെങ്കിൽ നമ്മുടെ ഈ POK അല്ലെ ലൈൻ ഓഫ് കൺട്രോൾ ഉൾപ്പെടെയുള്ളിടത്ത് നമ്മൾ വളരെ ശക്തമായിട്ട് നിലയുറപ്പിച്ചിട്ടുണ്ട്. അത് ഈ നമ്മുടെ പഹൽഗാം ആക്രമണത്തിന് ശേഷം സിന്ദൂറിനുള്ള തിരിച്ചടിക്ക് ശേഷം നമ്മൾ നമ്മുടെ ഈ സൈനികരെ ഒന്നും പൂർണ്ണമായിട്ട് പിൻവലിച്ചിട്ടോ അല്ലെങ്കിൽ സംവിധാനങ്ങൾ മാറ്റം അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് മാറ്റം വരുത്തിയിട്ടോ ഒന്നുമില്ല. കാരണം പാകിസ്ഥാനെ പോലെ ഒരു രാജ്യത്തെ നമുക്ക് അങ്ങ് പറഞ്ഞു വെടി നിർത്തി നാളെ കാലത്ത് അങ്ങ് മര്യാദരാമന്മാരാകും എന്നുള്ള ഒരു ഉദ്ദേശം നമ്മൾക്കില്ല. നമ്മൾ കതിരലോട് കൂടി തന്നെയാണ് നിൽക്കുന്നത്. അതുപോലെ ഈ പാകിസ്ഥാൻ ബോർഡറിലും അല്ലെങ്കിൽ POKയുടെ ബോർഡറിലും ഒക്കെ നമ്മുടെ സൈനികം കൂടി ഈ അവസരത്തിൽ കൂടുതൽ ശക്തമായിട്ട് നിലയുറപ്പിച്ചിട്ടുണ്ട്. കാരണം അവിടെ നടക്കുന്ന ഒരു വിഷയത്തിന്റെ ഒരു പ്രതിഫലനം നമ്മളുടെ അതിർത്തിയിൽ കൂടി അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തേക്ക് വരുന്നതിന് വേണ്ടിയുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ്. ഏതായാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ താലിബാൻ പാകിസ്ഥാൻ അല്ലെങ്കിൽ അഫ്ഗാൻ പാകിസ്ഥാൻ ബോർഡറിലും ഈ പറയുന്ന POKയിലും വളരെ വലിയ സംഘർഷം നടക്കുന്നതായിട്ടാണ് നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ POK പിടിച്ച് എടുക്കുന്നതിന് വേണ്ടി ഈ തെഹ്രീക്കെ താലിബാൻ ശ്രമിക്കുന്നുണ്ട്. അതൊരു പക്ഷേ പൂർണ്ണതയിലേക്ക് എത്താം. കാരണം ബലൂചിസ്ഥാൻ മേഖലയിൽ പാകിസ്ഥാൻ പട്ടാളത്തിന് ഇപ്പൊ പഴയതുപോലെ കടന്നു കയറാൻ പറ്റുന്നില്ല. അഫ്ഗാനിസ്ഥാൻ ബോർഡറിൽ പാകിസ്ഥാനുമായിട്ട് ഇപ്പം 2 ദിവസം കൊണ്ട് നിരന്തരം യുദ്ധം നടക്കുകയാണ്. അവിടെ ടാങ്കുകളും മറ്റും വിന്യസിച്ച് തിരിച്ചടിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സിന്ദൂറിന് ശേഷം പുതിയൊരു യുദ്ധമുഖം ഒരുപക്ഷെ താലിബാനുമായിട്ട് നടക്കുവാൻ സാധ്യതയുണ്ടെന്നുള്ള രീതിയിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. കാരണം ബോർഡറിൽ വലിയ വലിപ്പത്തിൽ സൈനിക ടാങ്കുകളും അല്ലെങ്കിൽ പാകിസ്ഥാൻ അത്തരത്തിൽ സൈനിക വിന്യാസവും ഒക്കെ നടത്തിയിട്ടുണ്ട്. ആ സമയം തന്നെയാണ് POKയിലേക്ക് കടന്നു കയറി ആ പ്രദേശം കൂടി അവരുടെ ഭാഗമാക്കാൻ വേണ്ടി തെഹ്രീക്കെ താലിബാൻ ശ്രമിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാന് മേൽ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള മറ്റു സംഘടനകളിൽ നിന്നുള്ള സമ്മർദ്ദമേറുന്നു എന്നുള്ളതാണ്.
താലിബാൻ POKയിൽ ഉൾപ്പെടെ പിടിമുറുക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അക്രമ സംഭവങ്ങൾ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. പാകിസ്ഥാന് ഇത്തരം വിഷയങ്ങളെല്ലാം വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സർ.